എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. എഫേസ് 2-ന്റെ 1 മുതൽ 10 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പ് നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാവുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മതി. വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ വായിക്കുന്ന പല വേദഭാഗങ്ങളിൽ നിന്നും ഒരല്പം കൂടുതൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വേദഭാഗമാണിത്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുകയാണ്. എഫെസോസ് നഗരം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ വളരെയേറെ അന്ധകാരം നിറഞ്ഞൊരു പട്ടണമായിരുന്നു. അർത്തമീസ് ദേവി എന്ന് പറയുന്ന ഒരു ദേവി ആരാധിക്കുകയും മന്ത്രവാദവും ആഭിചാരവും കൊണ്ട് ആളുകൾ വല്ലാതെ വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ അകത്ത് ദൈവാത്മാവ് പ്രേരണ തന്നപ്പോൾ എഫെസോസ് പട്ടണത്തിൻ്റെ തെരുവീഥികളിലൂടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു ഈ വചനത്തിൻ്റെ വെളിച്ചം. അന്ധകാരം നിറഞ്ഞ ആ ലോകത്ത്, അന്ധകാരം നിറഞ്ഞ ആ തെരുവീഥികളിൽ വെളിച്ചം വീശുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. അത് കേട്ട പലരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിച്ചപ്പോൾ, അവരുടെ ഹൃദയത്തിനകത്ത് അന്ധകാരം മാറിയപ്പോൾ, അവരൊക്കെ മന്ത്രവാദം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയിരുന്ന ആളുകൾ അവരുടെ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ, അവരുടെ വീടുകളിൽ വെച്ച് മന്ത്രവാദം നടത്തിക്കൊണ്ടിരുന്ന പുസ്തകങ്ങൾ പൗലോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് തീ വെച്ച് അതിനെ ചുട്ടുകളഞ്ഞേച്ച് അവർക്ക് പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾക്ക് സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനും സകലത്തിൻ്റെയും സൃഷ്ടിതാവും എല്ലാറ്റിൻ്റെ കാരണാഭൂതനുമായ സർവശക്തനായ ദൈവത്തെ മതി. മരങ്ങളെയും മൃഗങ്ങളെയും കണ്ണിൽ കാണുന്ന സകല പ്രപഞ്ച ശക്തികളെയും ദൈവം ഒന്ന് ആരാധിച്ചു വന്ന ഞങ്ങളുടെ ആരാധന അത് തിരിച്ചറിവില്ലാത്ത ആരാധനയായിരുന്നു എന്നൊരു മനസ്സിലാക്കൽ അവർക്ക് ഉണ്ടായി. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു പറ്റം ആളുകളോട് അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ചുള്ള ദൈവേഷ്ടത്തെക്കുറിച്ചും അവരെങ്ങനെ ക്രിസ്തുവിൽ വളരണമെന്നതിനെക്കുറിച്ചും അവർ ക്രിസ്തുവിൽ ആരായിത്തീരണമെന്നതിനെക്കുറിച്ചും എഴുതി അവരെ ഉദ്ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ഈ വായിച്ച 10 വാക്യങ്ങൾ വളരെ വളരെ ഹൃദയസ്പർശിയാണ്. എന്ന് മാത്രമല്ല, ആ 10 വാക്യങ്ങളെ 3 ആശയങ്ങളായി തിരിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മിക ജീവിതത്തെ ഒന്നും കൂടെ കർത്താവൊന്ന് സ്പർശിച്ചൊന്ന് ഉണർത്തുവാൻ, നമുക്കൊരു ആത്മിക നവോത്ഥാനം നൽകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അതിന് 1-ാമത്തെ ഭാഗം അതിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തു. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അപ്പോൾ ആ വിശദീകരണം നോക്കിയേ.
നമ്മുടെ പഴയകാലം, അതായത് ഈ എഫെസോസിലെ വിശ്വാസികളുടെ പഴയകാലം. നമ്മളിത് വായിക്കുമ്പം നമ്മുടെയും പഴയകാലം, നമ്മുടെ പഴയകാലത്തെ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്ന വാക്കുകൾ, ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരവസ്ഥ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥ. അതിക്രമം എന്ന വാക്കിന് അർത്ഥം ട്രാക്ക് മാറിപ്പോവുക എന്നുള്ളതാണ്. പാപം എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോവുക എന്നുള്ളതാണ്. ഇനി പാപത്തിൽ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, എന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ളൊരു ജീവിതമാണ്. ഇങ്ങനെ 3 പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹമാറ്റിയ എന്നൊരു പദം ഇതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലക്ഷ്യം തെറ്റുക. അമ്പെയ്ത്തുകാരൻ അമ്പെയ്ത് കഴിയുമ്പോൾ ആ ലക്ഷ്യത്തിൽ കൊള്ളാതെ അത് തെറ്റിപ്പോയി കഴിയുമ്പോൾ അവിടുത്തെ റഫറി വിളിച്ചു പറയുന്ന ഒരു പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പാപം എന്നുള്ള പദം. രണ്ടാമത്, ഓടുന്ന ഓട്ടക്കാരൻ തൻ്റെ ട്രാക്കിൽ നിന്ന് മാറി തനിക്ക് ഓടാൻ നിശ്ചയിച്ചിട്ടില്ലാത്ത ട്രാക്കിൽ, ഇപ്പം നമുക്കത് വളരെ പരിചിതമാണ്. ഏഷ്യൻ ഗെയിംസൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷൈനി വിൽസൺ അങ്ങനെ ഒരു മെഡൽ നഷ്ടമായതാണ്. പുള്ളിക്കാരത്തി ഓടി 1ാം സ്ഥാനം വാങ്ങിച്ചെങ്കിലും തന്നെ മെഡൽ നഷ്ടപ്പെട്ടു. ആ ചരിത്രം നമുക്കറിയാം. അതായത് ഈ ട്രാക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ്. ഏറ്റവും അപ്പുറത്തെ ട്രാക്കിലുള്ള ആളാണ് കൂടുതൽ ദൂരം ഓടേണ്ടത്. ഏറ്റവും നടുവിലത്തെ ഏറ്റവും ഉള്ളിലുള്ള ട്രാക്കിലുള്ള ആൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ആ ആൾ ഓട്ടം തുടങ്ങുമ്പോൾ കുറേ പുറകിൽ നിന്നിട്ടാണ് ഓട്ടം തുടങ്ങുന്നത് നമുക്കറിയാം. അത് അളവ് അനുസരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ഇത്ര റൗണ്ട് അതാത് ട്രാക്ക് മാറാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ആ ദൂരത്തിൻ്റെ കൃത്യത വന്നു കഴിയുമ്പോൾ പിന്നെ ട്രാക്ക് മാറിയാലും കുഴപ്പമില്ല. പക്ഷേ ഷൈനി വിൽസൺ ആദ്യത്തെ അനുവദനീയമല്ലായ സമയത്ത് ട്രാക്ക് മാറി ഓടി എന്നതുകൊണ്ട് തനിക്ക് കിട്ടിയ മെഡല് തിരിച്ചു വാങ്ങിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ആ സ്ഥാനം തിരിച്ചു വാങ്ങിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിക്രമം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ട്രാക്ക് തെറ്റിപ്പോവുക. ലക്ഷ്യമൊക്കെ ഉണ്ട്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഞാൻ ഓടുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ്, ഞാൻ ക്രിസ്തുവിനെ മാത്രം നോക്കിയാണ് ഓടുന്നത്, എനിക്ക് നിത്യത മാത്രമാണ് ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്, അങ്ങനെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ ഓടുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകുന്നത്, ലക്ഷ്യത്തിലേക്ക് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് മുറുകെ പറ്റുന്ന ചിലത്, നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മളെ വശപ്പെടുത്തുന്ന ചിലത് തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പദം നമുക്കും ബാധകമായി വരുന്നത്. 3ാമത്തെ പദം പാപങ്ങളിൽ മരിച്ച അവസ്ഥ എന്നുള്ള, അനോമിയ എന്നൊരു പദം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെല്ലാം നടന്നാലും ഇതൊന്നും എന്നെ പറ്റിയേ അല്ല എന്ന് പറയുന്നൊരു. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ല, എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ പാപം ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയില്ലേ? ഇങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ. അതായത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. നിങ്ങൾ ചിലപ്പോൾ കാണത്തില്ലേ, ചില ബന്ധങ്ങളിലൊക്കെ, ഇപ്പോൾ ചില ഓഫീസിൽ അധികാരിയായിട്ട് ആൾ ഈ ഒരു ജോലി ചെയ്യുന്ന ഒരാളോട് ഇതുപോലെ ക്രൂരമായി പെരുമാറുന്നല്ലോ. ഇല്ലെങ്കിൽ ഒരു സുഹൃത്ത് മറ്റു സുഹൃത്തുക്കളോട് ഇല്ലെങ്കിൽ വേറൊരു സുഹൃത്തിനോട് ഇതുപോലൊക്കെ ക്രൂരത കാണിക്കാൻ മനുഷ്യന് പറ്റുമോ? അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിനകത്ത് ഒരു പങ്കാളി അടുത്ത പങ്കാളിയോട് ഇതുപോലെയൊക്കെ ക്രൂരത കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ഇത് ഏതൊക്കെ നിയമങ്ങളും നിയമാവലികളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മളെ സ്വാധീനിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലൊരു ജീവിതമുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ലൈഫിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു വ്യക്തി വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കുക. ആ വ്യക്തി വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീഴുന്ന വ്യക്തിക്ക് നീന്തറിയാമെങ്കിൽ കരയിൽ നിൽക്കുന്നവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എങ്ങനെയെങ്കിലും പുറത്ത് വന്നോളും. ഇനി അറിയില്ലെങ്കിൽ പോലും ഈ വ്യക്തി കൈകാലിട്ടടിക്കുമ്പോൾ അതിലേ പോകുന്ന ആളുകൾക്കെങ്കിലും കാണാം ഇങ്ങനെ ഒരാൾ വെള്ളത്തിൽ വീണ് കിടക്കുന്നു, അവരെങ്കിലും വന്ന് സഹായിക്കുകയും ഈ വ്യക്തിയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ വെള്ളത്തിലേക്ക് വീണ ഒരു വ്യക്തി ബോധക്ഷയമുണ്ടായിട്ടാണ് വെള്ളത്തിലേക്ക് വീഴുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ യാതൊരു സാഹചര്യങ്ങളുമില്ല. കൈകാലിട്ടടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ എന്തിനേലും പിടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പോലും ആ വ്യക്തിക്ക് അത് സാധിക്കത്തില്ല. കാരണം ആ വ്യക്തിക്ക്
ബോധമില്ല, ബോധം നഷ്ടപ്പെട്ട് ബോധം മറഞ്ഞ് വെള്ളത്തിലേക്ക് വീണ ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മെ തന്നെ സഹായിക്കാൻ ഒട്ടും പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളെ ആർക്കും സഹായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മുടെ പഴയകാലം എന്നാണ് ആ വാക്യം. ഞാൻ എൻ്റെ അടുത്ത വാക്യം നോക്കിയേ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. എന്ന് വെച്ചാൽ മുമ്പേ, കർത്താവിനെ അറിയുന്നതിന് മുൻപേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലി ഇങ്ങനെയായിരുന്നു. ഒന്ന്, ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്. ഈ ലോകം പോകുന്നൊരു പോക്ക്. നമ്മൾ ചിലപ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ടെന്ന്, കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ, അവൻ എന്തുവാകും, ഇല്ലെങ്കിൽ ഇന്നയാളെയും ഒക്കെയാണ് കണ്ടുപഠിക്കേണ്ടത്. ആരെയും എന്തെല്ലാം അഴിമതി ചെയ്യാനും എന്തൊക്കെ ഉപദ്രവം ചെയ്യാനും ഭയങ്കര സ്കില്ലാണെന്ന് പറയത്തില്ല. അങ്ങനെയുള്ളവരെ ഭയങ്കര ആളുകളായിട്ട് വാഴ്ത്തിപ്പാടുന്ന ഹീറോയിസം കാണുന്ന ഒരു ലോകത്തിൻ്റെ കാലഗതി എന്ന് വിചാരിച്ചു. പിന്നെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതായത് ദൈവത്തെ അറിയാത്ത ഓരോ വ്യക്തികളെയും കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ആത്മാവുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ചിന്തയാണ്. മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. ഒന്നുകിൽ ദൈവാത്മാവിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ പിശാചിൻ്റെ കീഴിൽ, അന്ധകാരത്തിൻ്റെ നിയന്ത്രണത്തിൽ. ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു മാർഗമില്ല. ഒരു വ്യക്തി ഒരു സ്വപ്നം കണ്ട ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് സാധാരണ നമുക്കെല്ലാം പരിചിതമായൊരു ചിത്രമാണ് ആദ്യം അദ്ദേഹം കാണുന്നത്. ഒരു വലിയ വിശാലമായൊരു വഴി. ആ വഴിയിലൂടെ ഒത്തിരി പേര് പോകുന്നുണ്ട്. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ്. വലുതും വിശാലമായ പാത, അനേകർ യാത്ര ചെയ്യുന്നു, നരകത്തിൽ ചെന്ന് തീരുന്നു. ഇപ്പുറത്ത് മുള്ളും പറക്കാരെയും കുന്നും കാടും, പിന്നെ മുള്ളുകൾ മാത്രമല്ല കല്ലുകളും നിറഞ്ഞൊരു വല്ലാത്ത പാത. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഈ പാതയിലൂടെ നടക്കുന്നവർ ചെന്ന് ചേരുന്നത് ഉയരത്തിലാണ്, സ്വർഗത്തിലാണ്. ഇത് നമുക്ക് പരിചിതമാണ്. അപ്പം ഇത്രയും കണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായിട്ട് വേറൊരു കാര്യം തോന്നി. ഭയങ്കര ഒരു തിരക്ക് കണ്ടു. ഇതെന്താ ഈ തിരക്ക്? അദ്ദേഹം നോക്കിയപ്പം ഈ രണ്ട് വഴിയും കൂടെ കൂടിച്ചേരുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ. വലുതും വിശാലവുമായ വഴിയും ഈ ഞെരുക്കമുള്ള വഴിയും, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ്. ഇതെന്താ അവിടെ ഇത്രയും തിരക്കെന്ന് പുള്ളി ഒന്നും കൂടെ സൂക്ഷിച്ച് തൻ്റെ ആ സ്വപ്നത്തിൽ താൻ നോക്കുമ്പോൾ താൻ കാണുന്നത്, ഈ ദുർഘടമായ വഴിയിലൂടെ നടക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ദുർഘടം കൂടുമ്പം ഇവരാണ് പതുക്കെ ഇങ്ങോട്ട് തിരിയുന്നത്. മാറി വന്ന് ഒരു കാലിപ്പുറത്തും ഒരു കാലപ്പുറത്തുമായിട്ടും ഇച്ചിരി നേരം ഇപ്പുറത്തൂടെ നടന്നേച്ച് പിന്നെ ഇപ്പുറത്തേക്ക് വരും. കുറേ കഴിയുമ്പോൾ നേരെ അപ്പുറത്തേക്ക് പോകും. ഇങ്ങനെ നടക്കുന്നവരുടെ തിരക്കാണ് ഈ നടുക്കൂടെയുള്ള ഒരു ഇടിയും തിരക്കും കാണുന്നത്. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, ഈ മൂന്നാമതൊരു ഓപ്ഷൻ ഇതെവിടെയാണ് ചെന്ന് ചേരുന്നത്? നോക്കിയപ്പോൾ അത് നരകത്തിലാണ് ചെന്ന് ചേരുന്നത്. അതായത് കർത്താവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്, കോംപ്രമൈസിൻ്റെ പാതയിൽ ഏതെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് എന്ന് വിചാരിക്കരുത്. അല്പമൊക്കെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് നിന്നാലും അന്ന് സാരമില്ലെന്നേ, അതൊക്കെ ദൈവം ഇത്ര ശിക്ഷിക്കുന്ന കാര്യമാണോ? പിന്നെ ആകെ ദൈവം ക്ഷമിച്ചോളും. ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്ത ജനമുണ്ടോ? ഇതൊന്നും കർത്താവ് പരിഗണിക്കും എന്ന് ചിന്തിക്കുന്ന ആ ഒരു നടുക്കുള്ളൊരു വഴിയില്ല, ഒരു കോംപ്രമൈസ്, അതും ചെന്ന് ചേരുന്നത് നരകത്തിലാണെന്നൊരു കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അതിനൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച് ഒരു പുസ്തകമായിട്ട് എഴുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒന്നുകിൽ ഇരുട്ട്, ഇല്ലെങ്കിൽ വെളിച്ചം. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വേറെ വഴിയില്ല. ഒന്നുകിൽ ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്ന പോലെ കർത്താവിൻ്റെ വഴികളിൽ, വചനത്തിൽ, വെളിച്ചത്തിൽ. അല്ലെങ്കിൽ നോക്കി എത്ര കഠിനമായൊരു പദപ്രയോഗം എഴുതിയിരിക്കുന്ന അറിയാമോ? അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും. അതായത് ദൈവത്തെ അറിയാത്ത എല്ലാ ആളുകളിലും ഒരു ആത്മാവുണ്ട്. അതിന് നല്ല ആത്മാവല്ലാത്തത് കൊണ്ട് ചീത്ത ആത്മാവെന്നോ ദുരാത്മാവെന്നോ ഒക്കെയാണ് വിളിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒക്കെ അധിപതിയായ ഒരാളുണ്ട്, അതാണ് പിശാച്, ദുരാത്മാക്കൾ എന്ന് പറയുന്ന. അതിനൊക്കെ അധിപതിയായവനെയും അനുസരിച്ചായിരുന്നു നിങ്ങൾ നടന്നുകൊണ്ടിരുന്നതെന്നാണ് എഫെസോസിലെ വിശ്വാസികളോട് പറയുന്നത്. എന്നിട്ട് അവരുടെ ഇടയിൽ നാം എല്ലാവരും, 3-ാം വാക്യം, മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. അടുത്ത പ്രയോഗം, ഈ ജഡമുണ്ട്. ഈ ജഡ എപ്പോഴും ഇങ്ങനെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനെല്ലാം യേശു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ജഡത്തിൻ്റെ ഒരു പ്രത്യേകത അത്. ജഡത്തിന് എപ്പോഴും സന്തോഷം വേണം,
ജഡത്തിനെപ്പോഴും സുഖം വേണം. ജഡത്തിനൊന്നും ആരും നമ്മളെ എതിർക്കുക, നമ്മളെ അപഹസിക്കുക, നമ്മളെ മാറ്റി ജഡം അത് സമ്മതിക്കത്തില്ല. ഒരു ഇഞ്ചിന് വിട്ടുകൊടുക്കാൻ ജഡം അനുവദിക്കത്തില്ല. അപ്പം ഈ ജഡത്തിനനുസരിച്ച് നടന്നു. പിന്നെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമാവുള്ളത് ചെയ്തു. ഈ മനസ്സിങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെല്ലാം പിന്തുടർന്ന്, ഈ ചിന്തകളെ പിന്തുടർന്ന് ജീവിതം ആസ്വദിക്കാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അതായത് സാധാരണമായിട്ടും ഇങ്ങനെ നടക്കുന്ന ആളിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മളൊരിക്കലും ഒരു കഥ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഹിമാലയത്തിൽ പോയ ഒരാൾ അവിടെ വെറുങ്കലിച്ച് ചത്ത് കിടക്കുന്ന ഒരു പാമ്പിനെ എടുത്ത് തൻ്റെ ബാഗിലേക്ക് ഇട്ടു. ആ പാമ്പിൻ്റെ സൗന്ദര്യം കാരണം ഇട്ടതാണ്. അതിന് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടതാണ്. പക്ഷേ താഴെ വന്നപ്പോൾ ആ പാമ്പിന് ബാഗിനകത്ത് ചൂട് കൊണ്ട് ജീവൻ കിട്ടി. അപ്പോൾ ഇദ്ദേഹം ടെൻ്റ് അടിച്ച് കിടക്കുന്നതിൻ്റെ രാത്രി 2:30 ആയപ്പോൾ ഈ പാമ്പ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇയാളിത് അറിയുന്നില്ല. കൈയെടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോഴേക്കും പാമ്പ് ഇദ്ദേഹത്തെ കയ്യിൽ കടിച്ചു. നല്ല ഉഗ്രവിഷമുള്ള പാമ്പ്. കഥയായതുകൊണ്ട് ഈ പാമ്പിനോട് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇത് എന്നോട് ചെയ്തത്? ഞാനല്ലേ നിന്നെ എടുത്തത്? എൻ്റെ ബാഗിൻ്റെ ചൂട് കൊണ്ടുള്ള നിനക്കിത് കിട്ടിയത്. എൻ്റെ കൈക്കിട്ട് തന്നെ നീ കൊത്താവോ എന്ന് ചോദിച്ചപ്പോൾ പാമ്പ് കഥയായതുകൊണ്ട് തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. പാമ്പ് പറയുന്ന മറുപടി, സാറെന്താ പ്രതീക്ഷിച്ച്? ഞാൻ പാമ്പാണ്, എനിക്കതേ അറിയൂ. എൻ്റെ മുന്നിൽ കൂടെ എന്ത് പാസ് ചെയ്താലും എനിക്ക് ഭീഷണി വന്ന് ഞാൻ ചാടിക്കടിക്കും. ഞാൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ പാമ്പ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രകൃതിയാൽ നാച്ചുറലി നമ്മളിൽ നന്മയില്ലായിരുന്നു. നന്മ ചിന്തിക്കാനുള്ള കഴിവ് നമുക്കില്ലായിരുന്നു. കാരണം ഇരുട്ട് കയറി കഴിയുന്ന ഒരു മനസ്സിന് പറ്റില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ 2 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു സ്നേഹിതന് മറ്റൊരു സ്നേഹിതനോട് ഭയങ്കര സംശയം തുടങ്ങിയതിൻ്റെ പേരിൽ ഇദ്ദേഹം മനസ്സിനകത്ത് ആ സ്നേഹിതനോട് വൈരാഗ്യം കൂട്ടിവെച്ചു. അത് ആ സ്നേഹിതൻ അറിയുന്നില്ല. ഒരു ദിവസം രാവിലെ ഉണരുന്നത് ഈ സ്നേഹിതൻ മറ്റേ സ്നേഹിതനെ 36 തവണ എങ്ങാണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ടിരിക്കുക. നാട് മുഴുവനും ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജീവപര്യന്തം തടവിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി നാട്ടിൽ വന്നു. ഒരു സംഭാഷണമതി ഒരാൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, എന്നാലും എന്താ നീ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കണോ? എനിക്ക് സത്യം പറഞ്ഞ ആ നിമിഷത്തിൽ എന്നെ എന്താ ഭരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ആ നിമിഷത്തിൽ എനിക്ക് എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ 10,000 തവണ ജയിലിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല ഞാനെന്താ അങ്ങനെ ആയത്. ചോദിച്ചു നോക്ക്, കർത്താവിൻ്റെ പ്രകാശത്തിൽ നിന്ന് അന്യപ്പെട്ട് നടക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇങ്ങനെ ഒരു പ്രവൃത്തി നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മറുപടി ഇതായിരിക്കും, എനിക്കറിയില്ല, എന്നെ നിയന്ത്രിക്കുന്നത് വേറെന്തോ ആണ്. അത് വേറെ ഒന്നുമല്ല, ഈ ലോകത്തിൻ്റെ കാലഗതി, ഈ ലോകത്തിൻ്റെ അന്ധകാര മണ്ഡലം, സകല ദൈവത്തെ അറിയാത്തവരെയും നിയന്ത്രിക്കുന്ന വികാരങ്ങൾ, ജഡത്തിന്റെ ചിന്തകൾ, ഇതിനനുസരണമായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ആരായിരുന്നു എന്ന തിരിച്ചറിവ് നമ്മൾ ആരാകരുത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കും. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ ആവർത്തിക്കരുത് എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം നമ്മൾ ആരായിരുന്നു എന്ന ചിന്ത നമ്മെ സഹായിക്കും. ഒരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതമല്ലേ അത്? ആമസോൺ നദിയിലൂടെ ഒരു മൃഗത്തിൻ്റെ ശവശരീരം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ ഈ വട്ടമിട്ട് ആകാശത്തൂടെ പറന്ന കഴുകൻ അത് പറന്നു വന്ന ശവശരീരത്തിലിരുന്നു. ആർത്തിയോടെ ഇത് കൊത്തിപ്പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആസ്വദിച്ച് തിന്നുമ്പോൾ ഇതറിയുന്നില്ല ഞാനൊരു വലിയ വെള്ളച്ചാട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കൂടുന്നത് ഈ കഴുകൻ അറിയുന്നില്ല. കാരണം ഈ കഴുകൻ കൊത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന മാംസത്തിൻ്റെ രുചി പിടിച്ച് എല്ലാം മറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഈ മൃഗത്തിൻ്റെ ശരീരവും ഈ കഴുകനും കൂടെ ഒരുമിച്ച് ആഴമില്ലാത്ത ആ വലിയ കൊക്കയിലേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും എത്രയോ പേര് അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തയില്ലാതെ
ആ പ്രവൃത്തിയുടെ അപ്പുറത്തേക്കുള്ളത് എന്ത് ദോഷമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു, കരറുവാൻ കര കാണാതുഴലുന്ന നേരം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടുണ്ട്, പഴയ പാട്ടായതുകൊണ്ട് എല്ലാ സെന്റൻസ് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും ഇന്ന് പാടാറില്ല അല്ലേ, എത്ര അർത്ഥമുള്ള പാട്ടാണ്. അപ്പോൾ ശരിക്കും ഞാനൊരു കാര്യം പറയാം, നമ്മൾ എവിടുന്ന് വന്നു എന്ന് തിരിഞ്ഞു നോക്കിയാൽ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഏത് പാറയിൽ നിന്നാണ് നമ്മളെ വെട്ടിയെടുത്ത് ഈ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാക്കിയതെന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മളെ ആ ശില്പി കൊത്തി രൂപപ്പെടുത്തി നല്ല മിനുസപ്പെടുത്തി നല്ല ഷേപ്പ് വരുത്തി ഇന്ന് 4 പേര് കാണുന്ന വിധത്തിൽ നമ്മളെ മനോഹര സ്ഥലത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പാറയിൽ നിന്നാണ് നമ്മളെ വെട്ടിയെടുത്തത് എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. നന്ദി യേശുവേ, സ്തോത്രം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ഇനി ആകയാൽ, റോമർ 6:12, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റൂളായിരുന്നു. നമ്മുടെ നാവിനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ പുള്ളി. നമ്മുടെ ചിന്തകളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിശാച്. നിങ്ങളുടെ അവയവങ്ങളെ, 13-ാം വാക്യം, അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട സെന്റൻസ്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഞാനൊരു അപകടം പറയാം. അപകടം വേറൊന്നുമല്ല, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന അപകടം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ദൈവമക്കളോടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം 6-ാം അധ്യായത്തിൻ്റെ ആരംഭം സ്നാനത്തെക്കുറിച്ചാണ്. എന്തിന് സ്നാനപ്പെടണം, എന്താണ് സ്നാനം? നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നിങ്ങൾ പുതിയ മനുഷ്യനാകുന്നതാണ് സ്നാനമെന്നാണ് ആ അധ്യായത്തിൻ്റെ ആരംഭം പറയുന്നത്. അപ്പോൾ സ്നാനത്തിലൂടെ നിങ്ങൾ വീണ്ടും ജനിച്ചുവെന്നും നിങ്ങൾ മരിച്ചുവെന്നും നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടുവെന്നും വെള്ളത്തിൽ നിന്ന് നിങ്ങൾ പൊങ്ങി വരുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ടാണ് വരുന്നതെന്നൊക്കെ പൗലോസ് പറയുക. കാരണം പൗലോസ് വിശദീകരിക്കുന്ന സ്നാനം അങ്ങനെയുള്ള സ്നാനമാണ്. വേറൊരു സ്നാനം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ പിന്നെ ചോദിക്കണം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്, ഇനി നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? സമർപ്പിക്കാം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഇതുവരെ പാപം നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവ് നമ്മളെ ആ നുകം എടുത്ത് അങ്ങോട്ട് ഓടിച്ച് താഴെ ഇട്ടേച്ച് നമ്മളെ അതിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി നിർത്തി. ഇനി നമ്മുടെ ദൗത്യമാണ് മുറുകെ പറ്റുന്ന സകലത്തെയും ജയിച്ചുള്ളൊരു ജീവിതം അങ്ങോട്ട് നയിക്കണം. അതാണ് ഉൽപ്പത്തി തൊട്ട് പറയുന്നത്, നീ അതിനെ ജയിക്കണം, പാപത്തെ ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ അവയവങ്ങളെ ചിലപ്പോൾ നിങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ പാപത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പതുക്കെ കയറി വരും, നമ്മൾ അറിയത്തില്ല. ഇത് ഒറ്റയടിക്ക് നമ്മളെ കീഴ്പ്പെടുത്തില്ല, അതാ വിഷയം. പണ്ടൊരാൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കഥ മലയാളികൾക്കെല്ലാം അറിയാം. ഒരു തുണി തുന്നിക്കൊണ്ടിരുന്ന ഒരാൾ, സൂചി കൊണ്ട് തുണി തയ്ച്ചുകൊണ്ടിരുന്ന ഒരാളുടെ ചെറിയ ഷെഡിൽ ഒരു ഒട്ടകം വന്നേച്ച് ചോദിച്ചു, നല്ല മഴയാണ്, എൻ്റെ തല ഇതിനകത്തൊന്ന് വെച്ചോട്ടെ. പുള്ളി ഞാനിപ്പോൾ എന്നാ, ഒട്ടകം പതുക്കെ തല ആ ഷെഡിനകത്തോട്ട് വെച്ചു. ഒരു കുഴപ്പമില്ല, വീണ്ടും പുള്ളി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒട്ടകം ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറി, ഇച്ചിരി കൂടെ കയറി. ഒട്ടകമല്ലേ, വലിയ ജീവിയല്ലേ. അതിൽ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇപ്പം തയ്യൽക്കാരൻ മഴയത്ത്, ഒട്ടകം ഷെഡിനകത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗം പണ്ട് കേട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് പാപം. ആദ്യം ചെറിയ ഒരു ലെവലിലുള്ള സ്വാധീനം നമ്മൾ അനുവദിച്ചു പോയാൽ പതുക്കെ ഇവൻ നമ്മളങ്ങ് കീഴടക്കി. പിന്നെ നമ്മളൊരു കൊട്ടയിൽ ഒരു കുതറലൊക്കെ ഉണ്ട്, ചിലപ്പോൾ സമയം വൈകിപ്പോവും. പാലക്കാടൊക്കെ രാത്രി പാടവരമ്പത്തൂടെയാണ് യോഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവുക. അപ്പം പാടവരമ്പത്തൂടെ നടക്കുമ്പം നമുക്ക് ഈ തവളകളുടെ കരച്ചിലൊക്കെ രാത്രി ഈ തവളയെ പിടിക്കാൻ പാമ്പിറങ്ങും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പാടവരമ്പത്തൂടെ രാത്രി നടക്കാനെന്ന് പറയും. ചിലപ്പോൾ വിഷപ്പാമ്പായിരിക്കും.
അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ തവളകളുടെ കരച്ചിലിൽ ചില തവളകളുടെ കരച്ചിൽ സൗണ്ട് വേറൊരു സൗണ്ടായിരിക്കും. അപ്പോൾ അതിന് തമാശയ്ക്ക് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്, മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരു തവളയെ വന്ന് ഈ പാമ്പ് ഒരൊറ്റ കടിയടിക്കും. അപ്പോൾ ഈ തവള പാമ്പിൻ്റെ വായിലായി. പാമ്പിൻ്റെ വായിലെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പാമ്പ് വിഴുങ്ങാറില്ല, നമുക്കറിയാമല്ലോ, ഒരു ഇച്ചിരിയെ പിടിക്കത്തുള്ളൂ. തവളയുടെ ഒട്ടുമിക്കാലും വായുടെ പുറത്താണ്, കുറച്ച് മാത്രമേ പാമ്പിൻ്റെ വായിലുള്ളൂ. അപ്പോൾ ഈ തവള കരയുന്നതിന് സൗണ്ടിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഞാൻ പോവും എന്ന് കരയുന്ന പോലത്തെ സൗണ്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് കുറേ കേട്ട് കഴിയുമ്പോൾ ഈ പാമ്പ് ഇച്ചിരി കൂടെ ഇതിനങ്ങ് വിഴുങ്ങും. അപ്പോൾ ഈ തവളയുടെ സൗണ്ട് ഇച്ചിരി കൂടെ മാറും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കേട്ട് കഴിഞ്ഞാൽ സൗണ്ട് വിട്ടാ പോവും എന്ന് കരയുന്ന പോലെ തോന്നും. അപ്പോൾ പാമ്പ് ഇച്ചിരി കൂടെ അങ്ങ് വിഴുങ്ങും. പിന്നെ ഇനിയിപ്പോൾ വിട്ടാലും. യൂദാസ് യേശു കർത്താവിന് ഒറ്റ കൊടുത്ത് നമുക്കറിയാം, ചെറിയ പാർട്ടിയൊന്നുമല്ല. യേശുവിൻ്റെ ശിഷ്യൻ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ, കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ നാവിൽ നിന്ന് നേരിട്ട് കേട്ട, നിസ്സാര പുള്ളിയല്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്, നേരിട്ട് കേട്ടയാൾ. കർത്താവ് ഈരണ്ട് പേരെ രോഗികളുടെ മേൽ അധികാരം കൊണ്ട് പറഞ്ഞു വിട്ടപ്പം ഈ മനുഷ്യനും പോയതാ. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. ഇതെല്ലാം നടന്ന ഒരു ചരിത്രമാണ് ശിഷ്യത്വം. ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് കർത്താവ്. ആ ടീച്ചറുടെ കൈക്കീഴ് പഠിച്ചയാളാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, പതുക്കെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായി സമർപ്പിച്ച് ഇരുട്ട് കയറി വരാൻ ഒന്നും ചെയ്യേണ്ട, വെളിച്ചം കെടുത്തിയാൽ മതി. ഇതിങ്ങോട്ട് കയറി വന്ന് കീഴ്പ്പെടുത്തി ഒരു റേഞ്ച് കഴിഞ്ഞു, ഒരു ലെവലിൻ്റെ അപ്പുറം കയറി, ഇത് മൊത്തത്തിലങ്ങ് വിഴുങ്ങി. കർത്താവ് പറയുന്നുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ പോലും പറയുന്നുണ്ട്, നീ എന്തിനിത് ചെയ്യണം? മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെയാകും. പക്ഷെ അവനെ കാണിച്ചു കൊടുക്കുന്നവൻ അയ്യോ കഷ്ടം. ഇതൊക്കെ പറഞ്ഞാലും റേഞ്ച് അങ്ങ് പോയി, അടിമപ്പെട്ടു പോയി. അതുകൊണ്ട് ശിംശോനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞിട്ട്, അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവൻ കൊടയുന്നുണ്ട്. പക്ഷേ അവൻ അടിമപ്പെട്ടു പോയി കഴിഞ്ഞിട്ട്, പിന്നെ അവന് ശക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും അവനത് ബാധിക്കുന്നില്ല, സാധിക്കുന്നില്ല. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആരായിരുന്നു എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ, എഫേസ്യർ 2:4 മുതൽ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതായത് രണ്ടാമത്തെ ഭാഗം നമ്മളോട് പറയുന്നത് ദൈവ കരുണയുടെ ആഴം എത്ര വലുത്. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നവാൽ വർണ്യമോ, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം വർണ്യമോ, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. അപ്പം നമുക്ക് മനോഹരമായ ആ പാട്ടാണിത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളോട് കരുണ കാണിച്ചത് എപ്പോഴാണ്? നമ്മൾ കരുണ കാണിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് കരുണ കാണിച്ചാൽ നമ്മൾ കാണിക്കും. നമ്മൾ ചിലരൊക്കെ അഭിമാനത്തോടെ പറയും, എന്നോട് നന്നായി പെരുമാറിയ ഞാൻ നല്ലയാളാണ്, എന്നെ പിണക്കിയ പറഞ്ഞു കേട്ടിട്ടില്ലേ, വെല്ലുവിളിക്കുന്ന കേട്ടിട്ടില്ലേ? പക്ഷെ കർത്താവ് നേരെ തിരിച്ചാ. നിങ്ങൾ എന്നോട് നന്നായി പെരുമാറിയാലും കൊള്ളാം, നിങ്ങൾ എന്നെ കണ്ടമാനം പരിഹസിച്ച് അപഹസിച്ച് ഉപദ്രവിച്ചാലും കൊള്ളാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഓ, കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ സ്നേഹിച്ചായിരുന്നു നമ്മളല്ലേ. അങ്ങേ അറ്റത്തേക്ക് നമ്മൾ പാപത്തിൽ വീണപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ക്രിസ്തു നടന്നങ്ങോട്ട് മുന്നോട്ട് പോകാതെ അവിടെ നിന്നു, എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നീ എഴുന്നേക്ക്, നിനക്ക് പറ്റും. അങ്ങനെ നമ്മൾ പൊടിയും തട്ടി എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, സാരമില്ല, ഇനി വീഴാതെ നോക്ക് കേട്ടോ. എത്രയോ തവണ
ദൈവകരുണയിൻ ധനം, അതിൻ്റെ ആഴം, അതിൻ്റെ ഉയരമേ വർണ്ണിക്കാൻ സാധ്യമല്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം. കാരണം ഇത് ദൈവിക സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചത്, ഭാര്യ മാനസിക രോഗി, 2 ആൺപിള്ളേർക്ക് ഓട്ടിസം. മൂത്ത മോക്ക് കുഴപ്പമില്ല, അവളെ കല്യാണം കഴിച്ച് വിട്ടെടുത്ത് പ്രശ്നമായിട്ട് അവൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി അടുത്തത്, ഇതിയാൻ മിക്കവാറും എല്ലാവരെയും കൊന്ന് ആത്മഹത്യ ചെയ്യും. ഇതിയാനോടൊന്ന് സംസാരിക്കണം, അങ്ങനെ അവിടെ ചെന്നതാണ്. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പോലെ കർത്താവ്, ദൈവം, കരുതുന്നവൻ, അറിയുന്നവൻ, ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയാം, പാസ്റ്ററെ കറക്റ്റാണ്, പാസ്റ്റർ പറഞ്ഞ പോലെ ഞാനും ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു, ദൈവം എന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്തേ, ഇതെനിക്ക് ഭയങ്കര ഭാരമായിരുന്നു പാസ്റ്ററെ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം എന്നോട് ഇടപെട്ടു, അന്ന് തൊട്ട് ഞാൻ ഓക്കെ ആയി പാസ്റ്റർ. ചോദിച്ചാൽ എന്താ ദൈവം ഇടപെട്ടെ? അദ്ദേഹം പറഞ്ഞു, കേൾക്കണോ, 2 ചെവിയും തുറന്ന് കേട്ടോണേ. എന്നെ അത് അടിമുടി മാറ്റിയ സെൻറ്റൻസാണ് പുള്ളി പറഞ്ഞാൽ കേൾക്കണോ, പാസ്റ്ററെ ഈ ലോകത്ത് മാനസിക രോഗിയായ ഒരു സ്ത്രീക്ക് ഒരു കുടുംബജീവിതം വേണമെന്ന് സ്വർഗം തീരുമാനിച്ചു. ഈ ഭൂമിയിൽ ഓട്ടിസം ബാധിച്ച 2 ആൺമക്കൾ വളരണമെന്ന് ദൈവം തീരുമാനിച്ചു. ഇനി ഇതിന് പറ്റിയൊരു ഭർത്താവ് വേണ്ടേ? ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു അപ്പൻ വേണ്ടേ? ദൈവം അന്വേഷണം തുടങ്ങി. അന്വേഷിച്ച് എന്നെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇവനെ കൊള്ളാം. അങ്ങനെ മാനസിക രോഗിയായ ഈ ലേഡിയെയും ഓട്ടിസം ബാധിച്ച് ഈ 2 മക്കളെയും എൻ്റെ കയ്യിലോട്ട് തന്നു. പാസ്റ്ററെ ഇപ്പം ഞാൻ ചെയ്യുന്നത് മിനിസ്ട്രിയാണ് പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇതാ കാഴ്ചപ്പാട്. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അകത്ത് ദൈവസ്നേഹം നിറഞ്ഞാലേ പറ്റൂ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യം, യഹോവ മോശയുടെ മുൻപാകെ തൻ്റെ പ്രസൻസ് ഇങ്ങോട്ട് കൊടുത്ത് ഘോഷിച്ചു പറയുന്ന ഒരു ശബ്ദം മോശയെ കേൾപ്പിച്ചു. അതിങ്ങനെയാണ്, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴാണ് പറഞ്ഞതെന്ന് കൂടെ കേട്ടോ? ഈ ജനം മുഴുവനും പിന്മാറ്റത്തിൽ പോയി, കൽപ്പലകയൊക്കെ നഷ്ടപ്പെടുത്തി ദൈവം പ്രമാണം കൊടുത്തപ്പോൾ ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കി, വല്ലാത്ത രീതിയിൽ ദൈവസന്നിധിയൊക്കെ പിന്മാറിപ്പോയി. അവസാനം മോശ കടന്ന് നെടുമ്പാട് വീണ് അവസാനം ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാം. മോശ പറഞ്ഞു, അല്ല കർത്താവേ അല്ല എന്നൊക്കെ പറഞ്ഞ് നെടുമ്പാട് വീണ് കരഞ്ഞ എപ്പിസോഡ് തീരുമ്പം കർത്താവ് പറയുക, നീ കേട്ടോ മോശേ, ഘോഷ ശബ്ദത്തിൽ നീ കേട്ടോ, ചെറിയ അശരീരി പോലെ അല്ല നീ കേൾക്കേണ്ടത്, വലിയ ഘോഷ ശബ്ദത്തിൽ നീ കേട്ടോ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. ഇന്ന് പകൽ ദൈവം ഇതിലെ നമുക്കൊരു പ്രതീക്ഷയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ നമ്മുടെ പ്രതീക്ഷ? എൻ്റെ ദൈവത്തിൻ്റെ മഹാകരുണ. കോടതിയിൽ വക്കീല് എത്ര വാദിച്ചിട്ടും രക്ഷയില്ല. ഇത് 2ഉം കൂടെ ശരിയാവുന്നില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തതാ. പരമാവധി വാദിച്ചിട്ട് ഒന്നും നോക്കുന്നില്ല. അവസാനം ജഡ്ജി പറഞ്ഞു, ഈ നിൽക്കുന്നയാള് തെറ്റു ചെയ്തു എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് വലിയൊരു ഫൈൻ, 10 കോടി രൂപയുടെ ഫൈൻ. നമ്മളിങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കുക. 10 കോടി തൊട്ട് 10 രൂപ എടുക്കാനില്ല. ഫൈൻ അടച്ചില്ലെങ്കിൽ ഇനി തുടർന്ന് അങ്ങോട്ട് ആയുസ് മുഴുവനും ജയിലും പിന്നെ വധശിക്ഷയും എക്സെട്ര ഇതെല്ലാം. ഈ പൈസ എവിടുന്ന് കിട്ടും? ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജി വിധിയിൽ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആ വിധി സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് താഴെ വന്ന് നമ്മുടെ അരികിൽ നിന്ന് നമ്മെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ശിക്ഷയുടെ ഈ പൈസ മുഴുവനും ഞാൻ കൊടുത്തോളാം. ഇങ്ങനെയാണ് കർത്താവ് നമ്മളോട് കരുണ കാണിച്ചത്. ഹല്ലേലൂയ. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് നിരായുധരായി നമ്മൾ നിൽക്കുകയായിരുന്നു.
പറയാൻ വാക്കുകളൊന്നും ഇല്ലാതെ തപ്പിത്തടഞ്ഞ് ഒരു കാര്യവും പറയാനില്ലാതെ വിധി പ്രഖ്യാപനം കേട്ട് വെറുങ്ങലിച്ച് നിൽക്കുകയാണ്. നീ പാപിയാണ്, നിനക്ക് നിത്യത പോകാൻ പറ്റത്തില്ല, ഇന്ന് കാഹളം ധ്വനിച്ചാ നീ കൈവിടപ്പെടും, നിന്റെ നിത്യ നീ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ വിധി കേട്ട് വെറുങ്ങലിച്ച് നിന്നപ്പോ നമ്മുടെ അരികിൽ വന്ന് നമ്മെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നിന്റെ ശിക്ഷ ഞാൻ ഏറ്റോളാം. ഒരു മനുഷ്യൻ ഇങ്ങനെ കാവ്യാത്മകമായി പറഞ്ഞു. ഞാൻ ആ കർത്താവിന്റെ മുൻപിൽ ചെന്ന് ചോദിച്ചു, കർത്താവേ, എന്താണ് സ്നേഹം? എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ? കർത്താവ് ആ ക്രൂശിലേക്ക് കയറി കൈകാലുകൾ ആണിമേൽ വിരിച്ചു പറഞ്ഞു, ഇതാണ് സ്നേഹം. 103-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം, ഒന്ന് വാക്യം പറഞ്ഞേ, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. അടുത്ത വാക്യം പറയട്ടെ, ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ ഒന്ന് മാത്രമല്ല, നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. ഒരാശാരി തൻ്റെ ടൂൾസ് എല്ലാം രാഗി മിനുക്കി ബ്ലേഡ് പോലത്തെ മൂർച്ചയാക്കിയൊരു തുണിസഞ്ചിയിൽ ഈ ടൂൾസ് എല്ലാം കൊണ്ടുവന്ന് വീട്ടിലൊരു കുസൃതിയുണ്ട്. എന്ത് കണ്ടാലും എടുത്ത് പെരുമാറും. അമ്മ അവിടെ ഇല്ല, മൂത്ത മോനും അവിടെ ഇല്ല, ഈ ഇളയ മോൻ മാത്രവും അപ്പനും അവിടെ ഉള്ളൂ. 4 മണിയായി, അപ്പനാണെങ്കിൽ പാല് മേടിക്കാൻ പോയാലേ ഇവന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇവന് ചായ വേണമെന്നും പറഞ്ഞ് ബഹളം തുടങ്ങി. അപ്പൻ പറഞ്ഞു, മോനെ, ഞാൻ ആ കട വരെ പോയച്ച് പാല് മേടിച്ചിട്ട് വേഗം വരാം, അതുവരെ ഒരൊറ്റ ഡിമാൻഡ് എനിക്കുള്ളൂ. ഈ ആയുധം, ഈ ഉളി മുഴുവനും കാച്ചിച്ച് ഇത് ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതാണ്, ഇതിൽ നീ തൊടരുത്. ഇല്ല പപ്പ, തൊടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനത് തുറന്നു നോക്കി. പറഞ്ഞു, ഇത് തൊടത്തില്ലല്ലോ? ഇല്ല, തൊടത്തില്ല. പിന്നെ അത് പുള്ളി എടുത്ത് മേളിൽ വെച്ചു. നീ അവനെ എത്തിയെടുക്കണ്ടെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പാല് മേടിക്കാൻ പോയപ്പോൾ ഈ അപ്പൻ്റെ അകത്ത് മുഴുവൻ അവനത് ടൂൾസ് എടുക്കുമോ, മുറിവുണ്ടാകുമോ, എന്തെങ്കിലും ചെയ്യുമോ, ആ ഭാരമാണ്. ഓടിപ്പോയി പാലും വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴേക്കും പുള്ളി മോനേന്ന് വിളിച്ചോണ്ടാണ് വരുന്നത്. കാരണം അത് പുള്ളിക്ക് അറിയാം ഇവൻ കുസൃതിയാണെന്ന്. മോൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. കഥകളൊന്ന് വേഗം ഓടിയപ്പം പുള്ളിക്ക് കാണാം ടൂൾസ് മൊത്തം താഴെ ചെതറി കിടപ്പുണ്ട്. അടുത്തത് പുള്ളി നോക്കിയപ്പോൾ കാണാം ഒരു ചോരപ്പാട് കാണുന്നുണ്ട്. ആ ചോരപ്പാടിൻ്റെ പുറകെ പോയപ്പോൾ നേരെ ബാത്റൂമിലേക്ക് അത് പോയേക്കുന്നത്. ബാത്റൂം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. പുറത്തുനിന്ന് അപ്പൻ വിളിച്ചു, മോനെ. അവൻ മിണ്ടത്തില്ല, അവൻ അകത്തുണ്ട്. മോനെ, നിന്റെ പപ്പയാ വിളിക്കുന്നത്, നീ വിളി കേക്ക്. അവൻ വിളി കേട്ടു. മോനെ, നീ കതക് തുറക്ക്. അവൻ പറഞ്ഞു, ഞാൻ കതക് തുറക്കത്തില്ല, പപ്പ എന്നെ തല്ലും. പപ്പ നോക്കിയപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. പപ്പ ഹൃദയം പൊട്ടിയാണ് വിളിച്ചു പറഞ്ഞത് അടുത്തത്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല മോനെ, നീ ആ വാതിൽ തുറന്നാൽ മതി. വാതിൽ തുറന്ന് ഉടൻ തന്നെ അപ്പൻ ചെയ്യുന്നത് അവനെ കോരിയെടുത്ത് അവനെ ഓടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അവിടെ അപ്പന് ദേഷ്യമല്ല വന്നത്, അപ്പന് കരുതലും സ്നേഹവും വന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ആ രക്തം. നിന്നെ കവർ ചെയ്ത് നിർത്തുന്നത് തൻ്റെ ഓമന പുത്രന്റെ രക്തമാതയോ ഇതിലെ. ആ കാൽവറി ക്രൂശ് നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന അവസാനത്തുള്ള രക്തം വരെയും നിന്റെ ജീവിതത്തിന്റെ ചുറ്റും ഒരു കോട്ട പോലെ നിൽക്കുന്നത് കാണുന്ന അപ്പന് നീ തെറ്റ് ചെയ്ത് നിൽക്കുമ്പോ ശിക്ഷിക്കാനല്ല തോന്നുക, നിന്നോട് സ്നേഹമാ തോന്നുക. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കാരണം ആഫ്റ്റർ ഓൾ നാം പൊടി എന്നവൻ ഓർക്കുന്നു. വീഴ്ച വന്നായിരുന്നോ കഴിഞ്ഞ ആഴ്ചയിൽ? വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നായിരുന്നോ കഴിഞ്ഞ ആഴ്ചയിൽ?
എന്നിട്ടും നമ്മളവിടെ ഇരിക്കുന്നില്ലേ? കൃപയാ. നമ്മുടെ പരാജയത്തിൽ നമ്മളെ തള്ളിക്കളയാതെ, നമ്മുടെ പരാജയത്തിൽ നമ്മെ വിട്ടുപേക്ഷിച്ച് കളയാതെ കൈപിടിച്ചു കൊണ്ടൊന്നില്ലേ? ഇന്നു പകൽ ഇവിടെ ഇരുത്തിയില്ലേ? ദൈവത്തെ ആരാധിക്കാൻ മുഖാന്തരമാക്കിയില്ലേ? അതിന്റെ പേരാണ് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടു പോയ മകൻ, അവൻ വീട്ടിൽ നിന്ന് പോയ മിനിറ്റ് തൊട്ട് ഈ അപ്പൻ ഇവനോട് സ്നേഹമാണ്, ഇവനോട് വെറുപ്പില്ല, ഇവനോട് വൈരാഗ്യമില്ല. എന്നാ കാര്യം എന്നറിയാമോ? ആഫ്റ്റർ ഓൾ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ ഈ ജഡവുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ നാവിൽ നിന്നൊക്കെ ഇടയ്ക്ക് തെറ്റുകൾ ഉതിർന്ന് വീണ് കഴിയുമ്പോൾ മനസ്സാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കിടന്ന് ഇല്ല. വെളിപ്പാട് ദിവസത്തിലൊരു വാക്യമുണ്ട്, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ. വിശുദ്ധൻ്റെ പ്രത്യേകത ഒരു അഴുക്ക് വന്ന ഭയങ്കര ഭാരമാണ്. പക്ഷെ അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. അഴുക്കി കിടന്ന് ആടുക എന്ന് പറഞ്ഞാൽ എന്താ? അഴുക്കി കിടന്ന് ആസ്വദിക്കുക. ഈ പിള്ളേർ ചെളിയുള്ള കണ്ടത്തിൽ ചെന്ന് ചെളി കിടന്ന് മറിഞ്ഞ് ദേഹം മുഴുവൻ ചെളിയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നൊരു രീതിയില്ലേ? ചെളിയെ ഇഷ്ടപ്പെടുന്നു. അത് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും? ചിരിയോടെ കളിച്ചോ മക്കളെ എന്ന് പറയുമോ? ഇല്ല, ഇങ്ങോട്ട് കയറടാന്ന് പറഞ്ഞിട്ട് വടിയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് നാലെണ്ണം. കാരണം അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അത് പ്രശ്നം ഉണ്ടാക്കും. അതറിയാവുന്നത് കൊണ്ടാണ് അപ്പൻ അത് നോ എന്ന് പറയുന്നത്. അഴുക്കുള്ളവൻ്റെ സ്വഭാവം അവൻ നിർത്തില്ല. ഈ അഴുക്ക് അത് അവൻ്റെ മുറിവിൽ കൂടെ ഇൻഫെക്ഷനായിട്ട് കയറി ബാക്ടീരിയ ബാധിച്ച് അധികം താമസിയാതെ കുഴഞ്ഞു വീണും തീരും. ഇതറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഇനി സമയമില്ല. അതാണ് വെളിപ്പാട് അവസാനിക്കുകയാണ്. ഇനി സമയമില്ല, ഇനി കാഹളനാദം പടിവാതിക്കലെത്തി നിൽക്കുക. സുബോധമില്ലാതെ ജീവിക്കുന്നവർ, പാപത്തെ പാപമെന്ന് വിളിക്കാൻ പോലും തീരുമാനം, അവരഴുക്കാടിക്കോട്ടെ, പക്ഷെ വിശുദ്ധരായ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. ഹല്ലേലൂയ. അപ്പം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം അവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, 6-ാം വാക്യം. തൻ്റെ വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എന്നിട്ട് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി. കൃപ, ആ കൃപയുടെ ആഴം. കൃപയാലല്ലോ, 8-ാം വാക്യം തൊട്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പുണ്യസ്ഥലത്ത് പോയാലേ ഇത് കിട്ടത്തുള്ളായിരുന്നെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. കാരണം അവിടം വരെ പോകാനുള്ള പൈസ വേണ്ടേ? ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് ചെന്ന് ഇന്ന ക്രിയ ചെയ്താലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അത് കിട്ടാതെ പോയനെ. ഇത്രയും പ്രക്രിയകൾ ദാനധർമ്മങ്ങൾ ചെയ്താലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർക്ക് അത് കിട്ടാതെ പോയനെ. ഇന്നിന്ന യാത്രകൾ നടത്തിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ ബെഡിൽ കിടക്കുന്നവർക്ക് ഈ രക്ഷ കിട്ടാതെ പോയനെ. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല. കുഴിയിൽ കിടക്കുന്ന ആൾക്ക് മേളിൽ നിന്നൊരു കയറിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ പിടിച്ചിട്ടുണ്ട്, ആ കയറെടുത്ത് നിന്റെ ഷോൾഡറിൽ കൂടെ ഇട്ടോളാൻ പറഞ്ഞു. നമ്മളാകെ ചെയ്തത് ഈ കയറെടുത്ത് ഷോൾഡറിൽ കൂടെ ഇട്ടു. കാരണം നമുക്ക് പിടിച്ചു കയറാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു. ദീർഘ ദിവസങ്ങൾ കുടിക്കാനും കഴിക്കാനും പോലും കിട്ടാതെ ഇൻഫെക്ഷൻ ബാധിച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ആകമാനം വേദനയെടുത്ത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ചവിട്ടിക്കയറാനൊന്നുമുള്ള കഴിവില്ലായിരുന്നു. ആകെ നമ്മൾ ചെയ്തത് അതെടുത്ത് ഷോൾഡറിൽ കൂടെ ഇട്ടു. ബാക്കി മുഴുവനും മേളിൽ നിന്നയാളാണ് നമ്മളെ വലിച്ച് കയറ്റിയത്. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല.
ഹല്ലേലൂയാ. കർത്താവ് നമ്മളോട് ചെയ്തത് എന്താണെന്നാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. ഇതുപോലെ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരുണ്ട്? ഇതുപോലെ നമ്മളെ കരുതാൻ വേറെ ആരുണ്ട്? ഇതുപോലെ നമ്മളെ നമ്മളാക്കി മാറ്റിയ ദൈവം, ഈ ശില്പിയെ പോലെ ഇത്ര മനോഹരമായ ശില്പമുണ്ടാക്കുന്ന ദൈവം വേറെ ആരുണ്ട്? എന്നിട്ട് അവസാനം കൊണ്ട് നിർത്തുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്നറിയാമോ? 10-ാം വാക്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരുന്നു. ദൈവത്തിന് ഇത്രയും മാത്രമേ നമ്മളിന്ന് ആഗ്രഹമുള്ളൂ. നമ്മൾ ഈ പ്രാപിച്ചതൊക്കെ പ്രവൃത്തികളിൽ കാണണം. അത്രേ ഉള്ളൂ. അത് ഏത് പ്രവൃത്തിയാണെന്ന് ചോദിച്ചാൽ സൽപ്രവർത്തികൾക്കായിട്ട്. സൽപ്രവൃത്തി. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഒരു ദിവസത്തേക്ക് ചെന്നൈയിൽ പോയിരുന്നു. അപ്പം ഞാൻ പോയത് ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ഓർഫൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. അവർ ചെയ്യുന്നത് ഈ ഓർഫണായിട്ടുള്ള ആളുകൾക്ക് 14 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ എന്തേലും ഒരു കൈത്തൊഴിലിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങിയാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ അവരുടെ സ്റ്റാഫിൻ്റെ ഒരു റിട്രീറ്റ് നടക്കുകയായിരുന്നു. പക്ഷേ അവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എല്ലാം സംസാരിച്ച് വന്നപ്പം ഒരു സ്റ്റോറി പറഞ്ഞു അവർ. ഇത് തുടങ്ങിയത് അമേരിക്കയിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു രാജ്യത്ത് വിസിറ്റ് ചെയ്ത് അവരിങ്ങനെ മിനിസ്ട്രിയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം ഈ കൂട്ടത്തിലൊരു 14 വയസ്സുള്ള പെൺകുട്ടി, കൊച്ചുകുട്ടിയാണ്. അവൾ ആഫ്രിക്കയിൽ പോവല്ല മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി. അവളുടെ പേഴ്സണലായിട്ട് അവളുടെ കുടുക്കയിലിട്ടിരുന്ന പൈസ ഒരു ഇച്ചിരി അവൾ കൈ വെച്ചായിരുന്നു. എന്തിന് ആരോടും പറഞ്ഞില്ല അവൾ. അത് അവളുടെ പേഴ്സണലായിട്ട് കൈ വെച്ചായിരുന്നു. ഇച്ചിരി $. ഒത്തിരി ഒന്നുമില്ല, വളരെ കുറച്ച് തുക. അപ്പോൾ ഇവളിങ്ങനെ അവിടുത്തെ പിള്ളേരെ എല്ലാം കണ്ടപ്പോൾ അതിലെ ഒരു കൊച്ച് ഇവളുമായിട്ട് ഭയങ്കര കമ്പനിയായി. ഇവൾക്ക് ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് സഹായിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇവൾക്ക് തോന്നി, ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ സഹായിക്കും? വേണമെങ്കിൽ ഇത്ര രൂപ ഈ കൊച്ചിന് കൊടുക്കാം. പക്ഷേ അത് ആ കൊച്ച് 4 തവണത്തെ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും. ഈ പെങ്കൊച്ചിൻ്റെ മനസ്സിലൊരു ചിന്ത കയറി. ഇവൾ ചെന്നിട്ട് മാർക്കറ്റിൽ ചെന്ന് 2 കോഴിയെ വാങ്ങിച്ച് ഈ കൊച്ചിന് കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, ഈ കോഴിയെ വളർത്തിയിട്ട് എന്തേലും വരുമാനം ഉണ്ടാക്കി നീ സർവൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 വയസ്സുള്ള കൊച്ച് താൻ പരിചയപ്പെട്ട മറ്റൊരു കൊച്ചിനോട് പറഞ്ഞതാണ്. ഈ കോഴിയെ കിട്ടിയ കൊച്ച് ഈ കോഴിയെ കൊണ്ട് വളർത്തി അതിനെ കുഞ്ഞുങ്ങളായി വർഷങ്ങൾ 2-3 പോയപ്പോഴേക്കും ഈ കൊച്ചിൻ്റെ ആങ്ങളെ ഈ കൊച്ചിനോട് ചേർന്നു. 5 വർഷം കഴിഞ്ഞ് ഇവർ വരുമ്പം ആ പ്രദേശത്ത് മുഴുവനും കോഴി സപ്ലൈ ചെയ്യുന്ന ഫാം ഇവരാണ് നടത്തുന്നത്. നല്ല വീടായി, നല്ല സാഹചര്യമായി. അപ്പം ഈ ഒരു കൊച്ച് മറ്റൊരു കൊച്ചിനെ ട്രാൻസ്ഫോം ചെയ്ത ആ ഒരു സ്റ്റോറി വെച്ചുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഞാൻ പോയ മിനിസ്ട്രി ചെയ്ത ആ പ്രസ്ഥാനം. ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമോ പറ്റിയില്ല, അത് വേറെ വിഷയം. വേറെ ഒന്നുമില്ലേലും ഒരു വാക്ക് പറയാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റാതെ ഭാരപ്പെട്ട് നെടുവീർപ്പിടുന്ന ഭവനങ്ങൾ നമുക്കറിയാവുന്ന നമ്മുടെ കാഴ്ചയുടെ അകത്ത് തന്നെയുണ്ട്. ദൈവമേ, എന്തിനാ നമ്മെ തെരഞ്ഞെടുത്തെന്നറിയാമോ? ഈ മഹാകരുണ നമ്മളിൽ കാണിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ കരുണയെക്കുറിച്ച് കേട്ടാൽ ഒരു ജീവിതം മാറിമറിയുന്ന അളവിൽ എത്രയോ പേര് കാത്തിരിക്കുന്നു ഈ സ്നേഹമെന്നറിയാൻ. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയുടെ അടുത്ത് ഒരു കൊച്ചൊരു ദിവസം പറഞ്ഞു, ഈ ക്ലാസ് സൺഡേ സ്കൂൾ നടക്കുന്ന ആ സ്ഥലത്ത് ഒരു നല്ലൊരു കപ്പ്, ഈ പിള്ളേർ ചായ കുടിക്കാനൊക്കെ വെച്ചിരുന്ന കപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സെറാമിക്കിൻ്റെ കപ്പ് താഴെ വീണ് പൊട്ടിപ്പോയി. ഈ കൊച്ച് ഈ പൊട്ടിയ കഷ്ണങ്ങളെല്ലാം വാരിയെടുത്തേച്ച് കൈ വെച്ചേച്ച് ഇതിൽ നോക്കിയിരിക്കുക. അപ്പോൾ ഈ ടീച്ചർ എന്ന് ചോദിച്ചാൽ, എൻ്റെ മോളെ നീ ഇതിൽ നോക്കിയിരിക്കുന്നത്? ടീച്ചറോട് ഈ കൊച്ചു പറയാ, ടീച്ചറേ എൻ്റെ ജീവിതം എങ്ങനെയാണ് ടീച്ചറേ? പൊട്ടിത്തകർന്ന പല കഷ്ണങ്ങളായിരിക്കുന്ന ജീവിതം എൻ്റെ ജീവിതം. ഈ ടീച്ചർ ഇത് കേട്ടിട്ട് മനസ്സിലതങ്ങ് കൊണ്ടു. ടീച്ചർ നേരെ ഒരു പേപ്പറിലോട്ട് ഈ കഷ്ണങ്ങളെല്ലാം വാരി മേടിച്ചു. ഈ പേപ്പർ പൊതിഞ്ഞൊരു കൂട്ടിലിട്ടുകൊണ്ട് ഈ ടീച്ചർ വീട്ടിൽ പോയി. അടുത്ത ആഴ്ച ഈ ടീച്ചർ വന്നത് എങ്ങനെയാണെന്നറിയാമോ?
വീട്ടിൽ ചെന്നിട്ട് ഈ ടീച്ചർ ഏതോ ഒരു പ്രത്യേക ഒരു 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 ഇത് ഒട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് വാങ്ങിച്ചേച്ച് നല്ല ഗോൾഡൻ കളറിലൊരു പശയാണ്. അത് വാങ്ങിച്ചേച്ച് ഇത് മുഴുവനും കൂടി ഒട്ടിച്ച് ഈ കപ്പിൻ്റെ ഷേപ്പ് പുനഃസ്ഥാപിച്ചേച്ച് ആ ഒട്ടിച്ച സ്ഥലങ്ങളിലെല്ലാം നല്ല മുത്തുകൾ ഒട്ടിച്ച് വെച്ച് ഈ കപ്പിനെ ആര് കിട്ടിയാലും വില കൊടുത്ത് വാങ്ങിച്ച് ഷോക്കേസിൽ വെക്കുന്ന ഷേപ്പിലാക്കിയേച്ച് പിറ്റേ ആഴ്ച വന്നേച്ച് ഈ കൊച്ചിനെ വിളിച്ചേച്ച് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച മോൾ എന്നോട് പറഞ്ഞില്ലേ നീ പൊട്ടിത്തകർന്ന് കിടക്കുന്ന ഒരു കപ്പ് പോലെയാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞില്ലേ. എൻ്റെ മനസ്സിനെ അത് കുത്തി. ഞാൻ വീട്ടിൽ ചെന്ന് യേശുപ്പച്ചനോട് ചോദിച്ചു. അപ്പോൾ യേശുപ്പച്ചന് നിന്നിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം യേശുപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു തന്നു. അതെന്താണെന്ന് നിനക്ക് കാണണോ? ടീച്ചർ എനിക്ക് കാണണം. ടീച്ചർ ബാഗിൽ നിന്ന് ആ കപ്പ് എടുത്ത് മുമ്പിൽ വെച്ച് ചൊറിഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. ഈ കൊച്ചിങ്ങനെ മിഴിച്ച് നിൽക്കുക. ഹേയ്, ഇത് സാധ്യമല്ല. ടീച്ചർ ആ കൊച്ചിനെ ചേർത്ത് പിടിച്ചേച്ച് പറഞ്ഞു, 100 തവണ ഞാൻ നിന്റെ കാതിൽ ആവർത്തിച്ചു പറയും, ഇത് സാധ്യമാണ്. പൊട്ടിത്തകർന്ന പളുങ്കുപാത്രം പോലെ സാധ്യമല്ലെന്ന് 100 കണക്കിന് തവണ നിന്റെ കാതിൽ പിശാച് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധ്യത്തെ സാധ്യമാക്കുന്ന സർവശക്തൻ നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ പാത്രത്തെ ആരും നോക്കിയാൽ കൊതി തോന്നുന്നത് പോലെ പുനഃസ്ഥാപിച്ചെടുക്കാൻ ആ സർവശക്തന് സാധിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് സാധിക്കും. ദൈവം നമ്മളെ വിളിച്ചതും നമ്മളെ തെരഞ്ഞെടുത്തതും ഇതുപോലത്തെ ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പ്രാപിച്ചേച്ച് ഈ പ്രാപിച്ചതിൽ സന്തോഷിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, ഈ പ്രാപിച്ചത് മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടിയാ. ഇത്ര മഹാസ്നേഹം നമ്മളിൽ ചൊരിഞ്ഞത്. നാം അധീനതയിലായിരുന്ന പ്രകൃതിയോ കോപത്തിൻ്റെ മക്കൾ, നാച്ചുറലി ഈവിളായിരുന്ന നമ്മളെ അവിടുന്ന് കൊണ്ടുവന്ന് ക്രിസ്തുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് പോലെ ഇത്ര മഹാസ്നേഹം നമ്മളിൽ ചൊരിഞ്ഞത് നമ്മളിലൂടെ, പ്രവർത്തികളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാനാ. എൻ്റെ ജീവിതം ഇതുപോലെ ആയിരുന്നെന്നും എന്നെ പണിതെടുത്തിയൊരു ദൈവമുണ്ടെന്നും എത്ര പേരോട് പറയാൻ പറ്റുമോ അത്രയും പേരോട് നീ പറയണം. ദൈവമേ, ഒരിക്കൽ അന്ധകാരം എന്നെ പിടിച്ചിരുന്നു, മുന്നോട്ട് നോക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ കണ്ണുകൾ അന്ധമാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രകാശം എൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചപ്പോ, ഈ കരുണാസമ്പന്നനായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ, ഞാൻ പൊട്ടിപ്പോയ പളുങ്കുപാത്രമല്ല, മനോഹരമായ വിലയുള്ള പളുങ്കുപാത്രമായെന്ന് എത്ര പേരോട് പറയാമോ അത്രയും പേരോട് നമ്മൾ പറയുന്നവരാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ അതിന് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന ഈ 3 കാര്യങ്ങൾ, നാം ആരായിരുന്നു, നമ്മളോട് ദൈവം കാണിച്ച സ്നേഹം, എന്തിനീ സ്നേഹം കാണിച്ചു, ഈ കാര്യങ്ങൾ ഓരോ ദിവസവും ആത്മീകമായി നമ്മളെ വളർത്തുവാൻ മുഖാന്തരമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു പാട്ട് ചേർന്ന് പാടുകയും നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം.